പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ വരുന്ന ഞായറാഴ്ച 23 മാർച്ച് 2025 HCF സ്റ്റേറ്റ് ആൻഡ് B2B മീറ്റ് പ്ലസ് അവാർഡ്സ് നൈറ്റ് ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നടക്കാൻ പോകുന്നത് റീജൻസി ക്ലബ് കുട്ടനല്ലൂർ, തൃശൂർ. ഈ മീറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് HCF സ്റ്റേറ്റ് കമ്മിറ്റി ആണെങ്കിൽ അത് പവർ ചെയ്തിരിക്കുന്നത് തൃശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ്. അവർ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കൂപ്പുകൈ അവർക്ക് വേണ്ടി. ഈ പ്രോഗ്രാം തുടങ്ങുന്നത് 9:30 മണിക്കാണ് കാലത്ത്. അതിനൊരു ഇനോഗ്രൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്റ്റേറ്റ് B2B മീറ്റ് ഉണ്ടാവും. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ക്ലസ്റ്റർ ബേസ്ഡ് ആണെന്നുള്ളതാണ്. ഈ ക്ലസ്റ്റർ ബേസ് എന്ന് പറയുന്നത് അവനവന്റെ ബിസിനസ്സിന് റെലവെന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 8ഓളം ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. അത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ക്ലസ്റ്ററിൽ മാത്രം അപേക്ഷിക്കുക, അവിടെ ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം കാണിച്ചാൽ മതി. അപ്പം അതിന്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടുന്നത് വളരെയധികം കൂടും. ഇത് മാത്രമല്ല, ഉച്ചയ്ക്ക് ഊണിന് ശേഷം വൈകുന്നേരം ആവുമ്പോൾ ഒരു വാലിഡിക്ടറി ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആസ് വെൽ ആസ് ദി അവാർഡ് സെറമണി. അത് തുടങ്ങുന്നത് 6:30 മണിക്കാണ്. നമുക്ക് ഭാഗ്യവശാൽ ശ്രീ TS പട്ടാഭിരാമൻ, ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ഓഫ് കല്യാൺ സിൽക്സ്, ചീഫ് ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കും ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ വേറൊരു പ്രഗത്ഭനായിട്ടുള്ള ബിസിനസ്മാൻ, അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ സുനിൽ കുമാർ V, മാനേജിംഗ് ഡയറക്ടർ അസറ്റ് ഹോംസ്, ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് ആ ഫംഗ്ഷൻ തന്നെ ഗ്രേസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരു സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അവാർഡ് സെറമണി ഉണ്ടാവും. അത് ചാപ്റ്ററുകളുടെ ഓരോ നേട്ടങ്ങൾ നോക്കിയിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഇതൊരു ഫാമിലി ഫംഗ്ഷൻ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീ ബാംഗിൾസ് ഫോർ ഓൾ ലേഡീസ് ആൻഡ് ഗേൾ ചൈൽഡ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ബാംഗിൾസ് കൊടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 10ഓളം ഗിഫ്റ്റ്സ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏർലി ബേർഡ് പ്രൈസ്, ആരാണ് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് പ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഫംഗ്ഷൻ, വൈകുന്നേരത്തെ ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ ഫംഗ്ഷന്റെ ഇടയിൽ ചെറിയ ചെറിയ കൾച്ചറൽ പ്രോഗ്രാംസ് ത്രൂ ഔട്ട് ദി ഈവനിങ് ഉണ്ടാകും. വൈകുന്നേരം, ആഫ്റ്റർ ദി ഫംഗ്ഷൻ ഇസ് ഓവർ, നല്ലൊരു ഡിന്നറിനെ സെർവ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് നല്ലൊരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടാകും. ചുരുക്കം പറയണമെങ്കിൽ അന്നൊരു ഫൺ ആൻഡ് ഫ്രോളിക് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫാമിലി മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇമ്മീഡിയറ്റ്ലി. ഇതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, എന്നെ അറിയിച്ചിരിക്കുന്നത് കുറച്ച് അഡ്വർടൈസ്മെന്റ് സ്പേസും സ്പോൺസർഷിപ്പ് സ്ലോട്ട്സ് അവൈലബിൾ ആണ്. ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് ഒരു 300ഓളം പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ്സുകാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് തന്നെ എടുക്കുക. ആൻഡ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ജനറോസിറ്റിയും സപ്പോർട്ടും ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാക്സിമം രീതിയിൽ കാണിക്കുക. കാരണം ഒരുപാട് പ്ലാനിങ്ങും ഹാർഡ് വർക്ക് ഇതിൽ ബന്ധപ്പെടുന്ന വ്യക്തികൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്, നിങ്ങളുടെ ഗ്രേഷ്യസ് പ്രസൻസും പാർട്ടിസിപ്പേഷൻ എല്ലാ ആക്ടിവിറ്റീസിലും ഷെഡ്യൂൾ ഫോർ ദി എൻറ്റയർ ഡേ കാണണം. അപ്പോൾ therefore see you on 23rd March, Sunday at 9 AM. Thank you.